1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്നുള്ള പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. പണം മാറിക്കിട്ടാൻ ജനങ്ങൾ നെട്ടോട്ടത്തിലാണ്. ATM കൗണ്ടറുകൾ നാളെ മുതൽ തുറക്കും. പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. 500 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്ന് അടച്ച ബാങ്കുകൾ ആദ്യദിനം ഇടപാടുകളിലേക്ക് കടന്നപ്പോൾ വലിയ തിരക്കായിരുന്നു ബഹുഭൂരിപക്ഷം ബാങ്കുകളിലും. രാവിലെ മുതൽ തന്നെ SBT, SBI ബാങ്കുകളുടെ മുന്നിൽ ബാങ്ക് ഇടപാടിനായി എത്തിയവരുടെ നീണ്ട ക്യൂ ആയിരുന്നു. തെക്കൻ കേരളത്തിൽ SBI, SPT ബാങ്കുകളിൽ എത്തിയവരിൽ ബഹുഭൂരിപക്ഷവും 500 രൂപ 1000 രൂപ നോട്ടുകൾ മാറ്റി വാങ്ങാനെത്തിയതായിരുന്നു. പല ബാങ്കുകളിലും ചീഫ് മാനേജർമാരുടെയും നേതൃത്വത്തിൽ തന്നെ ഇടപാടുകാർക്ക് ബാങ്ക് ഇടപാടുകൾ സുഗമമായി നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കി. 2000 രൂപയുടെ പുതിയ നോട്ടുകളും ബാങ്കിലെത്തിയ ബഹുഭൂരിപക്ഷം ആളുകളിലേക്കും ലഭിച്ചിട്ടുണ്ട്. എല്ലാ ബാങ്കുകളിലും വൈകുന്നേരം 6 മണിവരെയും ഇടപാടുകാരുടെ വലിയ തിരക്കായിരുന്നു. മധ്യകേരളത്തിലും വിവിധ ബാങ്കുകളിൽ 500 രൂപ 1000 രൂപ എക്സ്ചേഞ്ചും ഡെപ്പോസിറ്റും തകൃതിയായി. പല ബാങ്കുകളിലും ഇടപാടുകളിൽ കാലതാമസം വന്നത് നേരിയ പ്രതിഷേധത്തിനും വഴിവെച്ചു. കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാർ മേഖലകളിൽ ബാങ്കിംഗ് പ്രവർത്തനം വൈകുന്നേരം വരെ നീണ്ടുവെങ്കിലും പലയിടത്തും പ്രശ്നങ്ങളും ബാങ്കിന്റെ ചില്ല് തല്ലി തകർക്കുന്ന സംഭവമുണ്ടായി. കറൻസി നിരോധനത്തിൽ ജനജീവിതം സ്തംഭിക്കാതിരിക്കാൻ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനമന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും കത്ത് നൽകിയിരിക്കുകയാണ്. ആദ്യ ദിവസം വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് എല്ലാ ബാങ്കുകളിലും അനുഭവപ്പെട്ടത്. എന്നിരുന്നാലും കസ്റ്റമേഴ്സിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ തന്നെ ജീവനക്കാർ അവരെ വളരെ കൃത്യസമയത്ത് തന്നെ അവർക്ക് ക്യാഷ് ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ട സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ക്യാമറാമാൻ അഖിലേഷിനൊപ്പം സുനിൽ അരിമാനൂർ. 500-1000 നോട്ടുകൾ നിക്ഷേപമായി വാങ്ങിക്കാൻ സഹകരണ ബാങ്കുകൾക്ക് RBI അനുമതി നൽകി. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചതിനെ തുടർന്നാണിത്. അതേസമയം സഹകരണ ബാങ്കുകളെ ആദായനികുതി പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ അത് മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. 500 രൂപ 1000 രൂപ നോട്ടുകൾ അപ്രതീക്ഷിതമായി പിൻവലിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലൂടെ കുഴപ്പത്തിലായത് സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ബാങ്കുകളാണ്. സഹകരണ മേഖലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന മന്ത്രിസഭ പ്രത്യേക യോഗം ചേർന്ന് സംസ്ഥാന സഹകരണ മേഖലയിലെയും ട്രഷറികളുടെയും പ്രവർത്തനത്തിലെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ തീരുമാനിച്ചത്. ഇതനുസരിച്ച് 500 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിന്റെ ദുരിതം സഹകരണ മേഖലയിലാണെന്നും അതിനാൽ സഹകരണ ബാങ്കുകളുടെ ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. ട്രഷറിയിലെ ഇടപാടുകളിൽ ഉടൻ വ്യക്തത വരുത്തണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രാലയത്തിന് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു. കോപ്പറേറ്റീവ് സെക്ടറോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല, കേന്ദ്ര ഗവൺമെന്റ് ഇത്തരമൊരു കാര്യത്തിന്റെ പ്രത്യാഘാതം ഉണ്ടാവും, ഇത് സമൂഹത്തിലെ സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് ആലോചിക്കാതെ നടത്തിയ ഒരു ശ്രമമാണ്. ആ നടപടിയോടല്ല ഞങ്ങൾക്ക് വിയോജിപ്പ്. അതിനാവശ്യമായൊരു മുന്നൊരുക്കം മറ്റുള്ള മേഖലയിലും നടത്താൻ കഴിയണ്ടേ? സഹകരണ ബാങ്കുകളെ ആദായ നികുതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആനുകൂല്യങ്ങൾ നിക്ഷേപകർക്ക് ലഭ്യമാക്കുന്നതിനായാണെന്നും സഹകരണ മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. ആദായ നികുതി പരിധിയിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളെ പഴയകാലം മുതൽ ഒഴിവുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിധിയിൽ ഇതൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ അത് പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നാണ് സഹകരണ മേഖല ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു പരിരക്ഷയുണ്ടായിരുന്നതാണ് ആദായ നികുതി നിയമത്തിലുള്ള ഇളവുകൾ. ആ ഇളവുകൾ പുനഃസ്ഥാപിച്ച് കിട്ടണം. അപ്പോൾ അതില്ലാതെയാക്കി എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ സഹകരണ മേഖലയിലെ നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ജില്ലാ സഹകരണ ബാങ്കുകളിലും പ്രാഥമിക സഹകരണ ബാങ്കുകളിലും നിക്ഷേപം സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ടുകൾ റദ്ദാക്കിയത് മൂലം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കേന്ദ്രം പരിഹരിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്രം ഇതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കേന്ദ്ര നടപടി രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നും കോടിയേരി പറഞ്ഞു. വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെയാണ് കേന്ദ്രം നോട്ടുകൾ റദ്ദാക്കിയത്. കള്ളപ്പണത്തെ ഇല്ലാതാക്കാനല്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റേതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. രണ്ടാം മാറാട് കൂട്ടക്കൊലക്കേസ് അന്വേഷണം ഹൈക്കോടതി CBIക്ക് വിട്ടു. കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശി കൊളക്കാടൻ മൂസ ഹാജി സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. മാറാട് അന്വേഷണ കമ്മീഷനായ ജസ്റ്റിസ് തോമസ് P. ജോസഫ് സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രണ്ടാം മാറാട് കലാപത്തിന് പിന്നിലെ തീവ്രവാദ ബന്ധം പ്രത്യേക കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നായിരുന്നു കൊളക്കാടൻ മൂസ ഹാജി സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആവശ്യം. കേസന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു.
അന്വേഷണം CBIക്ക് വിടുന്നതിൽ എതിർപ്പില്ലെന്ന് സംസ്ഥാന സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു. രണ്ടാം മാറാട് കലാപത്തിന്റെ വിവിധ വശങ്ങൾ സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്തണമെന്ന് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് കോടതി പരിശോധിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹർജിക്കാരന്റെ ആവശ്യം അംഗീകരിച്ച് കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണം. നിലവിൽ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും CBIക്ക് കൈമാറാനും ചീഫ് ജസ്റ്റിസ് മോഹൻ M. ശാന്തനഗൌഡർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 2003 മെയ് 2 മാറാട് കടപ്പുറത്ത് നടന്ന കൂട്ടക്കൊലയിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. മുൻ LDF സർക്കാർ CBI അന്വേഷണം വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിലും അന്നത്തെ UPA സർക്കാർ എതിർ നിലപാടെടുക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ ഭരണം മാറിയതോടെ CBI കോടതിയിൽ നിലപാട് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രണ്ടാം മാറാട് കലാപം CBI അന്വേഷിക്കാനുള്ള തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂട്ടക്കൊല CBI അന്വേഷിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാറാട് കേസിൽ നേരത്തെ തന്നെ ഉള്ളൊരു ആവശ്യമായിരുന്നു ഈ കാര്യം. അതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം നടക്കുകയും കോടതി നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എന്നത് അപ്പം തന്നെ ഉയർന്നു വന്ന ആവശ്യമായിരുന്നു. അത് ഇപ്പോൾ തീരുമാനം വന്നത് സ്വാഗതാർഹമായ നിലപാട് തന്നെയാണ്. RSSനകത്തെ ഉരുൾപൊട്ടൽ തടയാനാണ് അവർ ആക്രമണം തുടർന്നുകൊണ്ടു പോകുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കണ്ണൂർ വാളാങ്കിച്ചാലിൽ CPM പ്രതിഷേധ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി. RSS ഉരുൾപൊട്ടലിന്റെ വക്കിലാണെന്നും ഇതിന് തടയിടാനാണ് അവർ ആക്രമണം തുടരുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. RSS BJP കേരളത്തിൽ ഒരു ഉരുൾപൊട്ടലിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പൊട്ടൽ ഉണ്ടായത് കണ്ണൂർ ജില്ലയിലാണ്. ആ പൊട്ടലിലാണല്ലോ നമ്മുടെ OK വാസുമാഷ്ടർ അശോകനും വലിയൊരു സംഘം BJPക്കാർ ആ പാർട്ടി വിട്ട് നമ്മുടെ പാർട്ടിയുമായി സഹകരിച്ചു. ഈ BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉരുൾപൊട്ടൽ തടയാനാണ് അവർ കേരളത്തിൽ കലാപം നിലനിർത്താൻ ശ്രമിക്കുന്നത്, അക്രമം നിലനിർത്താൻ ശ്രമിക്കുന്നത്. RSSന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ CPIM നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. RSS സംഘം വെട്ടിക്കൊലപ്പെടുത്തിയ K. മോഹനന്റെ നാടായ വാളാങ്കിച്ചാലിലാണ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വൈകിട്ട് 4-ന് മുണ്ടമെട്ട, ഓടക്കാട്, കോട്ടയം രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രകടനമായാണ് ജനാവലി വാളാങ്കിച്ചാലിലെത്തിയത്. RSS രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ച് RSS ബന്ധം ഉപേക്ഷിച്ചു വന്ന 3 പേർക്ക് ബഹുജന കൂട്ടായ്മയിൽ സ്വീകരണം നൽകി. റെഡ് ആർമി വാട്സ്ആപ്പ് കൂട്ടായ്മ ശേഖരിച്ച മോഹനന്റെ കുടുംബസഹായ ഫണ്ടും ബഹുജന കൂട്ടായ്മയിൽ കൈമാറി. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, P. ബാലൻ, K. മനോഹരൻ, OK വാസു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അതിർത്തി സംസ്ഥാനങ്ങൾക്ക് നദീജലം പങ്കുവയ്ക്കുന്നത് തടയുന്ന പഞ്ചാബ് സർക്കാരിന്റെ നിയമം സുപ്രീംകോടതി റദ്ദാക്കി. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ലോക്സഭാ MP സ്ഥാനം രാജിവെച്ചു. കോൺഗ്രസ് MLA മാരും കൂട്ടരാജിക്കത്ത് നൽകിയിട്ടുണ്ട്. സുപ്രീംകോടതി വിധിക്കെതിരെ പഞ്ചാബിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഹരിയാന അടക്കം 4 സംസ്ഥാനങ്ങൾക്ക് നദീജലം നൽകുന്ന കരാർ 2004-ൽ പഞ്ചാബ് സർക്കാർ റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ ഹരിയാന നൽകിയ കേസിലാണ് പഞ്ചാബിനെതിരെ ഉത്തരവുണ്ടായത്. സൗമ്യ വധക്കേസിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് നാളെ ഹാജരാകുമെന്ന് മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ പുനഃസ്ഥാപിക്കാൻ കോടതിയോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നാളെയാണ് സൗമ്യ വധക്കേസിലെ പുനഃപരിശോധനാ ഹർജിയിൽ തുടർവാദം കേൾക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ ഹാജരാകുമെന്നും കട്ജു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. കോടതി വിധിയെ കട്ജു ഫേസ്ബുക്കിലൂടെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. തുടർന്ന് കട്ജുവിനോട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചിരുന്നു. നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സൗജന്യ റേഷൻ പദ്ധതിയിൽ കർഷക തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ഭൂരഹിത ഭവനരഹിതരുടെ സർവേ നടത്തി പട്ടിക ഡിസംബർ 7-ന് സർക്കാരിന് സമർപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. 2 ദിവസങ്ങളിലായി മൂവാറ്റുപുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം നാളെയാണ് സമാപിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.